യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇല്ല മായേ, ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. ആരെല്ലാം ഇനി എന്തൊക്കെ ശ്രമിച്ചാലും സൂര്യയും ഭാവനയും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരെ ഒന്നാക്കിയത് ദൈവമാ. അല്ലെങ്കിൽ കൈവിട്ടുപോയ ജീവിതം അവസാന നിമിഷം തിരികെ കിട്ടില്ല. കാര്യമൊക്കെ ശരിയാമ്മേ. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞേ ഉള്ളൂ. നമുക്ക് നോക്കാം. എന്തെങ്കിലും പന്തികേട് തോന്നിയാൽ സൂര്യ തന്നെ അത് കൈകാര്യം ചെയ്യും. അത്രയ്ക്ക് നല്ലവനവൻ. അണ്ണ വിഷമിക്കാതെ പെങ്ങക്ക് ഒരു 2 പവനിൽ കുറയാതെ ഒരു വള വാങ്ങിയ പോരെ. അതിനുള്ള കാശ് നമുക്കുണ്ടാക്കാം. എങ്ങനെയാടാ പറഞ്ഞപ്പോ കാര്യം കഴിഞ്ഞു. 1 ലക്ഷം രൂപ വേണം 2 പവൻ മേടിക്കാൻ. 1 ലക്ഷം പോരാ, ഇനിയും വേണ്ടി വരും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ കയ്യിൽ 10-15 രൂപ ഉണ്ട്. ബാക്കി ഉണ്ടാക്കിയ പോരെ. നിന്റെ എവിടെ നീ കാശ്? ഇത് നല്ല ചോദ്യം. അണ്ണൻ തരുന്ന കാശ് തന്നെ. വേറെ ചെലവൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ അതങ്ങ് സൂക്ഷിച്ചു വെച്ചു. മിക്കപ്പോഴും ഞാൻ അണ്ണന്റെ വീട്ടിൽ നിന്നല്ലേ ആഹാരം കഴിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചിലവാണ് എനിക്കുള്ളത്? അത് നീ കഷ്ടപ്പെട്ട കാശല്ലടാ. അണ്ണൻ വിഷമിക്കണ്ട, കടമാണെന്ന് കരുതിയാ മതി. ഒരാവശ്യം വരുമ്പോ ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം. ബാക്കി കാശ് നമുക്ക് ഒപ്പിക്കാം. ചെറുതാണെങ്കിലും 2 വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും കിട്ടും. തീരെ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ചെറിയ പലിശയ്ക്ക് എവിടെന്നെങ്കിലും എടുക്കാം. എന്തായാലും അങ്ങനെയാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ തരുമെന്ന് ആദ്യം നോക്കാം. ഇപ്പൊ എല്ലാരും കൂടി ചേർന്നല്ലേ സേതുവട്ട ചടങ്ങ് നടത്തിയത്. ഇനിയും എല്ലാരും ബുദ്ധിമുട്ടിക്കണോ? നമുക്കറിയില്ലേ അവരുടെയൊക്കെ അവസ്ഥ. അത് നേരെ. എന്തായാലും നമുക്ക് നോക്കാം. വല്ലതൊത്ത ബാക്കി അറിഞ്ഞാൽ മതിയല്ലോ. അത് സേതുവട്ടന്റെ ഇഷ്ടം. നീ വീട്ടിലേക്ക് വരുന്നില്ല? അണ്ണൻ ചെല്ല്, ഞാൻ ആരെങ്കിലും ഒന്ന് തപ്പട്ടെ. പറയൂ. ഭാവന, നീ ഇപ്പൊ എവിടെയാ? ഞാൻ സൂര്യയുടെ വീട്ടിലാ. എന്താ? നിന്റെ വല്യമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. BP എന്തോ കൂടിയതാ. ഒരല്പം പ്രശ്നമാണ്. ഓ, അത് BP കൂടിയതൊന്നും അല്ല. ഇവിടെ വെച്ച് എനിക്കിട്ടൊരു പണി തരാൻ വേണ്ടി വല്യമ്മ കാണിച്ച ചതി തിരിച്ചടിച്ചതാ. ഈശ്വര, നിന്നെ അവരെന്ത് ചെയ്യാൻ നോക്കിയതാ? അതൊക്കെ പറഞ്ഞ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും എന്റെ നാശം കാണാനാ വല്യച്ഛനും വല്യമ്മയും നടക്കുന്നത്. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചതാ? എന്റെ വീട്ടിലും സ്വൈരം തരില്ല, ഇവിടെയും സ്വൈരം തരില്ല എന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെയാണെങ്കിൽ ഇത് നിന്റെ വല്യമ്മയ്ക്ക് അത്യാവശ്യം തന്നെയാ. അനുഭവിക്കട്ടെ. പക്ഷേ വല്യമ്മയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോ നീ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. കൊള്ളാം. നിന്നെ ചതിക്കാൻ നോക്കിയവരോട് നിനക്ക് സങ്കടം വരുന്നോ? നമുക്ക് മുമ്പില് ശത്രുവും മിത്രവും ഒന്നും ഇല്ലല്ലോ. എല്ലാവരും തുല്യരല്ലേ. നീ ഒരു കാലത്ത് ശരിയാവില്ല ഭാവന. ഒരാള് നിന്നെ നേരിട്ട് ചതിക്കാൻ നോക്കിയാലും നീ പഠിക്കത്തില്ലല്ലേ? നമ്മളെ ചതിക്കാൻ നോക്കുന്നവരെയെല്ലാം നമുക്ക് തിരിച്ചു ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇത് തന്നെ ഇങ്ങനൊരവസ്ഥ വല്യമ്മയ്ക്ക് ഉണ്ടാവൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇതിനു മുമ്പും ഇതുപോലുള്ള നമ്പറുകൾ വല്യമ്മ കാണിച്ചിട്ടുണ്ട്. സേതുവേട്ടന്റെ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു നാരങ്ങ കൊണ്ട് ഒളിച്ചു വെക്കുന്നത് കണ്ട് ഞാൻ ആ നാരങ്ങ എടുത്ത് തന്നെ വല്യമ്മയ്ക്കും വല്യച്ഛനും തന്നെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഇത് ആദ്യമായിട്ടല്ലേ? അതെ, ആരെയോ കൊണ്ട് ജപിച്ച നാരങ്ങയായിരുന്നു അത്. കഷ്ടം. ഇന്നും അന്ധവിശ്വാസങ്ങളുടെ പുറകിലാ വല്യമ്മ. പക്ഷെ ഇതങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഭാവനെ. ശരിക്കും നിന്നെ വീണ്ടും തള്ളിയിടാനുള്ള കളിയായിരിക്കും. പക്ഷെ നീ ബുദ്ധിപൂർവ്വം ചെയ്തതുകൊണ്ടാ രക്ഷപ്പെട്ടെ.
എന്നാലും നീ സൂക്ഷിച്ചോ. ശത്രുക്കൾ ഇപ്പോഴും നിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ആൻഡ് വല്യമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു? നീ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സത്യം പറഞ്ഞ നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഭാവന. ഇപ്പൊ നോക്കിക്കോ, നിന്റെ വല്യമ്മയ്ക്ക് 2 ഞാൻ കൊടുക്കുന്നുണ്ട്. നീ ഫോൺ വെക്ക്. ഏയ് അങ്ങനൊന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നത് നീ കേക്ക്. ഹലോ ആൻ, ഹലോ. BP കൂടിയതല്ലേ? ഭാവനയെ ചതിക്കാൻ നോക്കിയപ്പോ തിരിച്ചടിച്ചതാണല്ലേ? നിങ്ങളൊരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? ഒരു വലിയ അപകടത്തിൽ നിന്ന് ആ പാവം ഒന്ന് കരകയറിയപ്പോ വീണ്ടും അതിനെ ചതിക്കാൻ നോക്കുക. ഭാവനെല്ലാം അറിഞ്ഞോ? ഈ നഴ്സിനോടെല്ലാം പറഞ്ഞോ? നോക്കണ്ട, ഭാവന എന്നോടെല്ലാം പറഞ്ഞു. എന്തായാലും സ്വയം വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കുക. എനിക്കൊരു അബദ്ധം പറ്റിയതാ സിസ്റ്ററെ. അബദ്ധോ? ഇതാണോ അബദ്ധം? ഇതിനു മുമ്പ് നിങ്ങൾ പല രീതിയിലും ഭാവനയെ ഉപദ്രവിച്ചിട്ടില്ലേ? എന്താ പ്രശ്നം? ഒന്നുമില്ല സാറേ, മാഡം ഇരുന്ന് വാങ്ങിയത് ഈ അസുഖം അറിഞ്ഞപ്പോ ചിലത് പറഞ്ഞു പോയതാ. മനസ്സിലായില്ല. ഭാവനയ്ക്ക് ജ്യൂസ് കൊടുത്ത് ചതിക്കാൻ നോക്കിയപ്പോ തിരിച്ചു കിട്ടിയതാണ് ഈ പണിയെന്ന് ഞാൻ അറിഞ്ഞു. മാഡം അല്ല പറഞ്ഞത്, ഭാവന തന്നെയാ പറഞ്ഞത്. ആ അത് ശരി. ഭാവന പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ ചോദ്യം ചെയ്യലാണോ നിങ്ങളുടെ പണി? ഭാവന ഇവിടുത്തെ ചീഫ് നഴ്സാണ്, സാറിന് അറിയാലോ. അത് മുൻപ്. ഇപ്പൊ അവൾ ഇവിടുത്തെ ആരുമല്ലല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ജാനകി. ഇവിടുത്തെ ജോലി നോക്കാനാണോ അതോ ഇവിടുത്തെ പേഷ്യന്റിനെ ചോദ്യം ചെയ്യാനാണോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതെന്ന് അറിയണമല്ലോ. ഇപ്പൊ തന്നെ പപ്പേട്ടൻ അവിടെ MD-യോട് പോയി ചോദിക്കും. ഇവിടെ അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ആ അതെ, ഇപ്പൊ തന്നെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ജാനകി. ആഹാ, എനിക്ക് ഇപ്പൊ തന്നെ സമാധാനം പറയിപ്പിക്കും. നീ നോക്കിക്കോ. ആണോ? MD-യോട് ഞാൻ പറഞ്ഞോളാം. ഇവിടെ വരുന്ന പേഷ്യന്റിനെ ചോദ്യം ചെയ്യാനാണോ നിങ്ങൾ സ്റ്റാഫിനെ നിയമിച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന ആൻ സിസ്റ്റർ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചാണ്. ഒരിക്കലും അല്ല സർ. ഞാനിപ്പോ എന്റെ ഭാര്യയുടെ അടുത്തുനിന്നാ വരുന്നത്. ആൻ സിസ്റ്റർ ജാനകിയോട് കയർത്ത് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ടാ ഞാൻ ഈ പരാതിയായിട്ട് വന്നത്. ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ആ സിസ്റ്റർക്ക് ആരാ അധികാരം കൊടുത്തത്? എനിക്കത് ഇപ്പൊ അറിയണം. താനൊന്ന് സമാധാനപ്പെടൂ. എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചാൽ മാത്രം പോരെ സർ, ആ സിസ്റ്റർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഇന്ന് വരെ ഇവിടത്തെ ഒരു സ്റ്റാഫിന്റെ നേരെയും ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായിട്ടില്ല. താങ്കൾ ഈ പറയുന്ന സത്യമാണെങ്കിൽ ഉറപ്പായും നടപടി ഉണ്ടാവും. അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ പോകൂ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്താ നിങ്ങൾക്കെതിരെ ആ ജാനകിയുടെ ഹസ്ബൻഡ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ? അതേക്കുറിച്ച് പറയാനാ സാർ ഞാൻ വന്നേ. കുറച്ചു മുൻപ് ഞാൻ ഭാവനയെ വിളിച്ചിരുന്നു, അവളുടെ വല്യമ്മ ഇവിടെ അഡ്മിറ്റ് ചെയ്ത കാര്യം പറയാനായിട്ട്. ഭാവനയുടെ വല്യമ്മയ്ക്ക് BP കൂടിയതിന് പിന്നില് വേറൊരു കാരണം കൂടി ഉണ്ട് സാർ. എന്ത് കാരണം? ആനീ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ സാർ. സാറ് ഭാവനയെ വിളിച്ച് അന്വേഷിച്ച് അറിയാൻ പറ്റും. ഇതിനു മുമ്പും അവര് ഭാവനയെ പല രീതിയിലും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഭാവനയ്ക്ക് ഇപ്പോഴും അവരോട് സഹതാപേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. എന്താണ് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് മതി തുടർ ചികിത്സ.